ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഒരുപാട് ശല്യം ചെയ്യുന്ന ഒന്നാണ് പല്ലി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മിക്ക വീടുകളിലും ഈ പല്ലി ശല്യം വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഈ പല്ലി ഓടിക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഡെറ്റോളാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഡെറ്റോളൊക്കെ എല്ലാവരും വീടുകളിലും ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അതിൽ നിന്നൊരു 1/4 മൂടി ഡെറ്റോൾ ഞാൻ ഈ പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ്. അപ്പം നമ്മൾ ഫുഡിനകത്തൊക്കെ അച്ചാറൊക്കെ ഇടാനും അല്ല മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ക്ലീനിങ്ങിനൊക്കെ നമുക്ക് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ വിനാഗിരി അല്ലേ. അപ്പോൾ ആ വിനാഗിരി ഒരു 4 സ്പൂൺ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിനാഗിരി നമുക്ക് നമ്മുടെ ലിക്വിഡിൻ്റെ അനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും കൂട്ടിയോ കുറച്ചോ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 4 സ്പൂണാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതും ഡെറ്റോളും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഹാൻഡ് വാഷാണ്. അപ്പോൾ ഹാൻഡ് വാഷും എല്ലാവരുടെയും കയ്യിലുണ്ടാവും. ഹാൻഡ് വാഷ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പാത്രം കഴുകുന്ന നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടല്ലോ, അതാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു 4-5 ഡ്രോപ്സ് ഹാൻഡ് വാഷ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഞാനിവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ്. നല്ല ചൂടുവെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ. ഒരുപാട് വെട്ടിത്തിളച്ച വെള്ളമൊന്നും വേണ്ട. നന്നായിട്ട് ചൂടായിട്ടുള്ള വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ലിക്വിഡ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബോട്ടിലാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിലോട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. സ്പ്രേ ബോട്ടിലാണെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്യാനുള്ള ഒരു എളുപ്പമാണ് കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ നമ്മുടെ സാധാ ബോട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ അടപ്പിന് ചെറിയ ഹോൾസൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യുക. അതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ വീട്ടിൽ പല്ലി ശല്യം എവിടെയാണോ ഉള്ളത്, കൂടുതൽ പല്ലികളൊക്കെ വന്നിരിക്കുന്ന ആ ഭാഗത്ത് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ആ ഭാഗത്തേക്ക് പല്ലി വരത്തേയില്ല കേട്ടോ. അതുപോലെ തന്നെ രാത്രിയിൽ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ കിച്ചണിൽ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തുടച്ച് വിടുകയാണെങ്കിൽ നമ്മുടെ കിച്ചണിലേക്ക് രാത്രി സമയത്തൊക്കെ ഇറങ്ങി വരുന്ന ഈ പല്ലിയുടെയും പാറ്റയുടെയൊക്കെ ശല്യം നമുക്ക് ഒരുപാട് ഒഴിവാക്കാൻ പറ്റും. ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് പിന്നെ പല്ലിയും പാറ്റയൊന്നും കിച്ചണിലേക്ക് വരത്തില്ല. കൂടുതലും പല്ലികളൊക്കെ വന്നിരിക്കുന്ന നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിവശത്തെ സൈഡിൽ, അതുപോലെ നമ്മുടെ കിച്ചണിലെ ജനാലയുടെ സൈഡിൽ, കബോർഡിൽ, അവിടെയൊക്കെ ഇങ്ങനെ വന്നിരിക്കാറുണ്ട്. ആ ഭാഗത്തൊക്കെ പല്ലി വരാതിരിക്കാൻ വേണ്ടി അവിടെയൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പല്ലിയെ ഓടിക്കാനുള്ള ഒരു അടിപൊളി സൂത്രമാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.